നമ്മുടെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ, ഗവൺമെന്റ് സീറ്റിൽ പഠിക്കാൻ എത്ര രൂപ നിങ്ങൾ ഫീസ് കൊടുക്കണം? വർഷം എത്ര രൂപ ഫീസ് അറിയാം നിങ്ങൾക്ക്? 8 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ, പ്രോബ്ലി MES-ലോ KMCT-ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസ്. 5 വർഷത്തേക്ക് എത്ര രൂപ? 40 ലക്ഷം രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വർഷം 30,000 രൂപയാണ് ഫീസ്. 5 വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ അല്ലേ? എയിംസിൽ എന്റെ സിസ്റ്റർ ജിപ്മർ പഠിച്ച ജിപ്മറിൽ നിങ്ങൾക്ക് പോയി പഠിക്കാൻ ഒരു വർഷത്തെ ഫീസ് 1200 രൂപയാണ്. 5 വർഷത്തേക്ക് 6000 രൂപ. 6000 രൂപക്ക് ഡോക്ടർ ആവാം, 40 ലക്ഷത്തിന് ഡോക്ടർ ആവാം. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് അങ്ങനെ NRI സീറ്റോ മറ്റോ പോയി ഡോക്ടർ ആവാം. എങ്ങനത്തെ ഡോക്ടർ ആവണം അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വിചാരിക്കേണ്ട എന്ത് 40 ലക്ഷം രൂപ കൊടുത്ത് പോകുന്നവരൊക്കെ കുറെ കാശുണ്ടായതുകൊണ്ട് പോകുന്നത്. അങ്ങനെയല്ല. കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന്, ഈ വർഷം കഴിഞ്ഞ വിവാദമായിട്ടുള്ള നീറ്റ് എക്സാമിന് 670 മാർക്ക്, 720-ൽ 670 മാർക്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് അല്ലെ? 669 മാർക്ക് കിട്ടിയവർ എവിടെ പോയിട്ടുള്ളത്? പ്രോബ്ലി ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് പോയിട്ടുള്ളത്. അവർ മണ്ടന്മാരായതുകൊണ്ട് പൊട്ടന്മാരായതുകൊണ്ടല്ല, ഒരു മാർക്ക് കുറഞ്ഞു പോയി. ഒരു മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. ഒരു മാർക്കിന്റെ വിലയാണ് 38 ലക്ഷം രൂപ. ഇത് നമുക്ക് എപ്പോൾ മനസ്സിലാവില്ല? നമ്മള് 90 കിട്ടിയവനും 91 കിട്ടിയവനും 95 കിട്ടിയവനും 100 കിട്ടിയവനും A+ കൊടുക്കുന്ന സിസ്റ്റത്തിൽ നമുക്കിത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ തിങ്ക് ബിയോണ്ട് ദാറ്റ്. നിങ്ങൾ ഈ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് ഏർലി. നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങണം. നിങ്ങൾ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. നല്ല സ്ഥലങ്ങളിലെത്താൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കണം.